ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. 17-ാം അധ്യായം 2-ാം വാക്യം. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ ഡാഷ് കടന്നു പോവുകയായിരുന്നു. സമറിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ. 17-ാം അധ്യായം 11-ാം വാക്യം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 19-ലും 18-ാം അധ്യായം 42-ലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. അന്ധന് കാഴ്ച നൽകുന്നത് കണ്ട്. 18-ാം അധ്യായം 43-ാം വാക്യം. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു ഡാഷ് വഴിയരികിൽ ഇരുന്ന ഡാഷ് കുരുടൻ ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 2-ാം വാക്യം. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ആരായിരുന്നു? ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ഇത് എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ആരോട് പറഞ്ഞു? സക്കേവൂസ് കർത്താവിനോട്. ലൂക്കാ 19:10. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് ഡാഷ് വന്നിരിക്കുന്നത്, മനുഷ്യപുത്രൻ. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 11-ാം വാക്യം. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു. കാരണം അവൻ ജെറുസലേമിനു സമീപത്തായിരുന്നു. ഉപമ ഏത്? ഉത്തരം 10 നാണയത്തിന്റെ ഉപമ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലെ എടുക്കപ്പെടും. അധ്യായവും വാക്യവും. 19-ാം അധ്യായം 26-ാം വാക്യം. ലൂക്കാ 19:29. ഒലിവുമലയ്ക്കരികെ ഡാഷ് ഡാഷ് എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു. ബെത്ഫഗേ, ബെഥാനിയ. ലൂക്കാ 19:38. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. ഇതിനു തുല്യമായ പഴയ നിയമവാക്യം. സങ്കീർത്തനങ്ങൾ 118:26. അവൻ അവരോട് പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. എഴുതിയിരിക്കുന്ന വചനഭാഗം എവിടെ? യെശയ്യാ 56-ാം അധ്യായം 7-ാം വാക്യം. ലൂക്കാ 19:47. അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. ഡാഷ് 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 അവരെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. ലൂക്കായുടെ സുവിശേഷം 19:48-ാം വാക്യം. എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. ലൂക്കാ 20:2. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും കൂടെ അവന്റെ അടുത്ത് വന്ന് എന്താണ് പറഞ്ഞത്? അവൻ അവരോട് പറഞ്ഞു, എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? ലൂക്കാ 20:6-ാം വാക്യം. യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആരാണ് അവർ? ജനങ്ങൾ. അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു. കാരണം അവൻ ജെറുസലേമിന് സമീപത്തായിരുന്നു. ദൈവരാജ്യം ഉടൻ വരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. ഉപമ ഏത്? അധ്യായവും വാക്യവും ഏത്? 10 നാണയത്തിന്റെ ഉപമ. അധ്യായം 19-11-ാം വാക്യം. ലൂക്കാ 19:42. ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് മറയ്ക്കപ്പെട്ടിരിക്കുന്നത്? സമാധാനത്തിനുള്ള മാർഗങ്ങൾ. അവർ ഇത് കേട്ടപ്പോൾ, ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്ത് കേട്ടപ്പോൾ? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു കേട്ടപ്പോൾ. ലൂക്കാ 20:17. യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? എഴുതപ്പെട്ടിരിക്കുന്ന വചനഭാഗം എവിടെ? സങ്കീർത്തനം 118 22 മുതൽ 23 വരെ വാക്യങ്ങൾ. ലൂക്കാ 20:19. തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് ഡാഷ് മനസ്സിലാക്കി അവനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ആരെല്ലാം? നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. ലൂക്കാ 20:19. എന്നാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. അവർ ആര്? നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. ലൂക്കായുടെ സുവിശേഷം 20:9. അവൻ ജനങ്ങളോട് ഈ ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി. ഇതിന് സമാനമായ ബൈബിൾ ഭാഗം എവിടെ? യെശയ്യാ 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വച്ച് അവനെ വാക്കുകൾ കൊടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് അവർ മൗനം അവലംബിച്ചു. അധ്യായവും വാക്യവും. 20-26. ലൂക്കാ 20-ാം അധ്യായം 36-ാം വാക്യം. ഡാഷ് എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും
ദൈവമക്കളുമാണ്. ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല, പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ. നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. 21-34 സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. 22:8 യേശു ഡാഷിനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ, പത്രോസിനെയും യോഹന്നാനെയും. ലൂക്ക 22:37 ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിയമലംഘകരോടുകൂടി എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്. വചനഭാവം യെശയ്യാ 53:12. ലൂക്ക 22:69 ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്ത് ഇരിക്കും. ഇതിന് തുല്യമായ വചനം സങ്കീർത്തനം 110:1. ലൂക്ക 23:11 പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. ഹെരോദേസ് പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച്. ലൂക്ക 23:33 യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. അവരെ വസ്ത്രങ്ങൾ ഭാഗിക്കെടുക്കുവാൻ അവർ കുറിയിട്ടു. സങ്കീർത്തനം 22:18. ലൂക്കായുടെ സുവിശേഷം 23:38 എന്ന ഒരു ലിഖിതം അവന്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന ലിഖിതം. ലൂക്കായുടെ സുവിശേഷം 24:15 അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ആര്? യേശുവും. ലൂക്കായുടെ സുവിശേഷം 24:27 തുടങ്ങി എല്ലാ വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും. ലൂക്കായുടെ സുവിശേഷം 24:44 അവൻ അവരോട് പറഞ്ഞു, എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും.